പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നമസ്കാരം. ഞാൻ ഷിബു എം മുസ്തഫ, പുനലൂർ ബാലൻ മെമ്മോറിയൽ ലൈബ്രറിയുടെ വായനാ സമിതി എല്ലാ മാസവും നടത്തിവരുന്ന പുസ്തക പരിചയ മേളയോടനുബന്ധിച്ച് നാളെ ഒരു പരിപാടി ഈ ലൈബ്രറിയുടെ ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അതിനോട് അനുബന്ധിച്ച് ഒരു വീഡിയോ, ഒരു സന്ദേശം നൽകണമെന്ന് എൻ്റെ സുഹൃത്ത് ശ്രീ വിനായക മുരളി ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അത് പ്രകാരം ചുരുങ്ങിയ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അറിവിലേക്കായി പറയുവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതിൽ ഞാൻ വായിച്ചിട്ടുള്ള ചില പുസ്തകങ്ങളെക്കുറിച്ചിട്ടുള്ള 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ സന്ദേശം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നമ്മുടെ പുനലൂർ ബാലൻ മെമ്മോറിയൽ ലൈബ്രറിയിൽ നിന്നും തന്നെ എടുത്തിട്ടുള്ള നമ്മുടെ സുപ്രസിദ്ധ ഇതിഹാസ എഴുത്തുകാരനായ ശ്രീ ആർതർ കോനൻ ഡോയലിൻ്റെ സമ്പൂർണ്ണ കൃതികൾ, അതേക്കുറിച്ചിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള എല്ലാ നോവലുകളുടെയും കൂടെയുള്ള സമാഹാരത്തെക്കുറിച്ചിട്ടുള്ള ചുരുക്കം ചില കാര്യങ്ങളാണ് നിങ്ങളുടെ അറിവിലേക്കായി, അതായത് ശാസ്ത്ര കുതുകികളായിട്ടുള്ള, അന്വേഷണ കുതുകികളായിട്ടുള്ള നിങ്ങളുടെ മുന്നിലേക്ക് അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധ കഥാപാത്രമായ, നമുക്ക് എല്ലാം അറിയാവുന്ന, നമ്മുടെ എല്ലാവരുടെയും വളരെ ഇഷ്ട കഥാപാത്രമായ നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ ഡോക്ടർ വാട്സൺ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. അതുപോലെ തന്നെ ശ്രീ ആർതർ കോനൻ ഡോയൽ സംവിധാനിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്കെല്ലാം തന്നെ അറിയാവുന്നതുപോലെ വളരെ സുപരിചിതനായ വ്യക്തിയാണ് അദ്ദേഹം. ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ, അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പിന്നീട് ഈ സന്ദേശത്തിൽ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയാം. അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ആൾക്കാരെക്കുറിച്ച് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ മനുഷ്യരുടെയും പ്രവൃത്തിയിൽ നിന്നും തന്നെ അദ്ദേഹത്തിന് അവരുടേതായിട്ടുള്ള ഓരോ കഴിവുകളെക്കുറിച്ചിട്ടും അവരുടേതായിട്ടുള്ള സ്വഭാവ രീതികളെക്കുറിച്ചിട്ടും ഒക്കെ വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു നോവലാണ് ഈ ശ്രീ ആർതർ കോനൻ ഡോയൽ അദ്ദേഹം രചിച്ചിട്ടുള്ളത്. ആ നോവൽ നമുക്ക് വളരെയേറെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആകാംക്ഷാഭരിതമായി തന്നെ അദ്ദേഹത്തിൻ്റെ നോവലിലുടനീളം നമുക്ക് മനസ്സിലാക്കുവാനും കാണുവാനും സാധിക്കും. ഉദാഹരണത്തിന്, ഒരാളെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഡിറ്റക്റ്റീവായിട്ടുള്ള നമ്മുടെ ഷെർലക് ഹോംസ്, അദ്ദേഹം വളരെ ഒരാളെ കണ്ടു കഴിയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആകൃതിയിൽ നിന്നും, അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ നിന്നും, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സ്വഭാവം തന്നെ കുറിച്ച് എടുക്കപ്പെടുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അദ്ദേഹത്തെ അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് വളരെ കൂടുതലായിട്ട് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിൽക്കാലത്ത് കുറ്റാന്വേഷണ വിഭാഗങ്ങളിലുള്ള പോലീസിന് പോലും പല രീതിയിലും ഉള്ള പഠന സാമഗ്രികളായിട്ട് പോലും ഈ ശ്രീ ആർതർ കോനൻ ഡോയലിൻ്റെ ആ നോവലുകൾ, അത് നോവൽ എന്ന് പറഞ്ഞാൽ ഒന്നും പൂർണ്ണമാകില്ല, അത് ശരിക്കും പറഞ്ഞാൽ നടന്ന സംഭവങ്ങൾ പോലെയാണ് ശ്രീ ആർതർ കോനൻ ഡോയൽ അതിനെയെല്ലാം വിശേഷിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കഥ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കഥയുടെ ഒരു ഭാഗം വന്ന് ഒരു ഭാഗത്ത് വന്നൊരു കോമ ഇട്ടതിന് ശേഷം അതിൻ്റെ ഫ്ലാഷ് ബാക്കുകളും ഒക്കെ കഴിഞ്ഞ് ആ കഥയുടെ ആ കോമ അവസാനിക്കുന്ന ഭാഗത്ത് നിന്നും വീണ്ടും നമ്മൾ തുടങ്ങുമ്പോഴേക്കും ഏകദേശം ഒരു 100 വർഷം നമ്മൾ ആ കഥയിൽ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ടാവും. അത്രയ്ക്ക് വിപുലമായിട്ടും, അതായത് വായനക്കാരെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള ആവിഷ്കാരം കൊണ്ടിട്ട് വളരെ കൂടുതൽ അനുഭവസമ്പന്നമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ അദ്ദേഹം പറയുകയും അതുപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ തന്നെ വായനക്കാരിലേക്ക് വളരെ നന്നായിട്ട് തന്നെ കറക്റ്റ് നമ്മൾ ഒരു വിവിഡ് പിക്ചേഴ്സ് കാണുന്ന രീതിയിൽ തന്നെ നമ്മുടെ കൺമുമ്പിലേക്ക് എത്തിക്കുവാനും ഒക്കെ തന്നെ അദ്ദേഹം അതിൽ വളരെ നന്നായിട്ട് തന്നെ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ഉള്ളത് ശ്രീ ഡോക്ടർ വാട്സനാണ്. അദ്ദേഹം നരേറ്റ് ചെയ്യുന്നതായിട്ടാണ് ഈ കഥകളൊക്കെ അദ്ദേഹം ആർതർ കോനൻ ഡോയൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ആ കഥകളൊക്കെ തന്നെ വായിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു സയൻറ്റിഫിക് ടെമ്പർ ആ കഥയിൽ നിന്നും കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വായനയിലൂടെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സയൻറ്റിഫിക് ടെമ്പറാണ്. ആ സയൻറ്റിഫിക് ടെമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്
നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ഈ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് ആ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുവാനും പ്രവർത്തിക്കാനും വേണ്ടി നമുക്ക് അതിലൂടെ കഴിയുന്നതായിരിക്കും. ആ സയന്റിഫിക് ടെമ്പർ നമുക്ക് എക്കാലത്തും ഉണ്ടായിരിക്കട്ടെ. നമ്മളുടെ എല്ലാ പ്രവൃത്തികളിലും തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാനും കണ്ടെത്തുവാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഒരു ചലനാത്മകത സൃഷ്ടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വായനാ സമിതിയുടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളെല്ലാവരും തന്നെ ഞാൻ വായിച്ച ഈ ആർതർ കോനൻ ഡോയലിൻ്റെ സമ്പൂർണ്ണ കൃതികളുടെ കുറിച്ചുള്ള ഏതാനും ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. അതുപോലെ കൂടുതൽ കാര്യങ്ങൾ ഇതുപോലെയുള്ള ഓരോ നോവലുകളും, അത് ചെറിയ നോവലാകട്ടെ വലിയ നോവലുകളാകട്ടെ, ഇത് ഏകദേശം ഈ സമ്പൂർണ്ണ കൃതികൾ ഏകദേശം 1000 പേജിൽ കൂടുതലുള്ള ഒരു വലിയ സമാഹാരമാണ്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുവാനും അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ സംവദിക്കുവാനും ഒക്കെ ആയിട്ടുള്ള അവസരമാകട്ടെ ഇത് എന്ന് ആശംസിച്ചുകൊണ്ട് പുനലൂർ ബാലൻ മെമ്മോറിയൽ ലൈബ്രറിയുടെ എല്ലാ തുടർ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.